ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി VS. സ്ട്രോക്ക് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഒരു രോഗം തന്നെയാണ്. ഇത് കൂടുതലായി കണ്ടുവരുന്നത് വ്യായാമമില്ലാത്തവരിലും കൂടുതലായി സ്ട്രെസ് ഉള്ളവരിലും ഉറക്കമില്ലാത്തവർ, BP, പ്രമേഹം, കൊളസ്ട്രോള്, അമിതവണ്ണം തുടങ്ങിയവ ഉള്ളവരിലുമാണ്. മുന്നേ ഒരു ഹിസ്റ്ററിയും ഇല്ലാത്ത വ്യക്തിക്ക് പെട്ടെന്ന് അസഹ്യമായ തലവേദന വരികയും വൊമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത് ശരീരം തരുന്ന ഒരു മുന്നറിയിപ്പ് ലക്ഷണമായി കണക്കാക്കാം. ഇതിനു പുറമെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ബി ഫാസ്റ്റ് എന്ന ചുരുക്കെഴുത്തിൽ പറയാറുണ്ട്. പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കണം എന്ന ഒരു സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. ബി ഫാസ്റ്റിലെ ബി ബാലൻസിനെ സൂചിപ്പിക്കുന്നു. അതായത് പെട്ടെന്ന് നടക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, തലചുറ്റൽ, കോർഡിനേഷൻ ഇല്ലായ്മ ഇവയൊക്കെയാണ്. ഈ ഐയെ സൂചിപ്പിക്കുന്നു. ഒരു കണ്ണിനോ രണ്ട് കണ്ണിനോ ഉണ്ടാകുന്ന കാഴ്ചമങ്ങൽ, കണ്ണിൽ ഇരുട്ട് കയറുക, രണ്ടായി കാണുക തുടങ്ങിയവ ഉണ്ടാകുന്നു. എഫ് ഫേസിനെ സൂചിപ്പിക്കുന്നു. അതായത് മുഖത്തുണ്ടാകുന്ന തരിപ്പ്, മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോവുക തുടങ്ങിയവയാണ്. എ ആംസിനെ സൂചിപ്പിക്കുന്നു. അതായത് കൈകാലുകൾക്കുണ്ടാകുന്ന മരവിപ്പ്, തളർച്ച, ബലക്കുറവ് എന്നിവയെ സൂചിപ്പിക്കുന്നു. എസ് സ്പീച്ചിനെ സൂചിപ്പിക്കുന്നു. അതായത് സംസാരത്തിൽ വ്യക്തത ഇല്ലാതെ വരിക. ടി ടൈമിനെ സൂചിപ്പിക്കുന്നു. അതായത് സമയം വളരെ കുറവാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറയുന്നു. പക്ഷാഘാതം വന്ന രോഗികളിൽ ബ്രെയിൻ ഡാമേജ് കൂടുതലായി ഉണ്ടാകാതെ ഇരിക്കാൻ അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. സമയത്തിന്റെ പ്രാധാന്യം കൂടിയാണ് ഈ ബി ഫാസ്റ്റ് എന്ന ചുരുക്കെഴുത്ത് സൂചിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.